قال إنك من المنظرين. അല്ലാഹു അരുൾ ചെയ്തു, ശരി, നിനക്ക് അവധി നൽകിയിരിക്കുന്നു. قال فبما أغويتني لأقعدن لهم صراطك المستقيم. ഇബ്ലീസ് പറഞ്ഞു, എന്നെ നീ വഴിതെറ്റിച്ച വിധം ഈ മനുഷ്യരെ ചതിക്കാൻ നിന്റെ സന്മാർഗത്തിൽ ഞാൻ തക്കം പാർത്തിരിക്കും. എന്നെ നീ വഴിതെറ്റിച്ചതിനാൽ എന്ന് ഇബ്ലീസ് ആരോപിച്ചതിന്റെ അർത്ഥം തന്റെ പാപത്തിന്റെ ഉത്തരവാദിത്വം അവൻ അല്ലാഹുവിന്റെ പേരിൽ ചുമത്തുന്നുവെന്നതാണ്. ആദമിന് സുജൂദ് ചെയ്യാൻ ആജ്ഞാപിക്കുക വഴി നീ എന്നെ പരീക്ഷണ വിധേയനാക്കിയെന്നും എന്റെ ഗർവിനെയും അഹങ്കാരത്തെയും വ്രണപ്പെടുത്തി എന്നെ ഒരു ധിക്കാരിയാക്കി തീർത്തുവെന്നുമാണ് അവന്റെ ആവലാതി. താൻ ഉള്ളിൽ ഒളിപ്പിച്ച കാപട്യത്തെ പിടികൊടുക്കരുതെന്നും തന്റെ മനസ്സിൽ താലോലിച്ചു വളർത്തുന്ന വൈകൃതങ്ങളും ധിക്കാരങ്ങളും മറഞ്ഞു തന്നെ കിടക്കണമെന്നും ഒരു വേള ഇബ്ലീസ് ആഗ്രഹിച്ചിരിക്കണം. അത് മറുപടി അർഹിക്കാത്ത വിഡ്ഢിത്തമായതുകൊണ്ട് അല്ലാഹു പരിഗണിച്ചതേയില്ല. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഇടത്തുനിന്നും വലത്തുനിന്നും നാനാഭാഗത്തു നിന്നും ഞാൻ അവരെ വളയും. അവരിൽ അധിക പേരെയും നീ നന്ദിയുള്ളവരായി കാണുകയില്ല. ഇബ്ലീസ് പടച്ചവനോട് നടത്തിയ വെല്ലുവിളിയായിരുന്നു ഇത്. അവൻ പറഞ്ഞതിന്റെ സാരം ഇതത്രേ: ഖിയാമത്ത് നാൾ വരെ നീ എനിക്ക് അവധി തന്നുവല്ലോ. എനിക്കെതിരെ നീ മനുഷ്യന് നൽകിയിട്ടുള്ള ശ്രേഷ്ഠതയ്ക്ക് അവൻ അർഹനല്ലെന്ന് ഈ അവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെളിയിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും. അവൻ എന്തുമാത്രം നന്ദി കെട്ടവനും ഉപകാരസ്മരണയില്ലാത്തവനുമാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരും. ഇബ്ലീസ് പടച്ചവനോട് ആവശ്യപ്പെട്ടതും അല്ലാഹു അവന് നൽകിയതുമായ ഈ അവധി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കാലം മാത്രമല്ല, താൻ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന കൃത്യങ്ങൾക്കുള്ള അവസരവും കൂടിയാണ്. അതായത് മനുഷ്യനെ വഴിതെറ്റിക്കാനും അവന്റെ ദൗർബല്യങ്ങളെ മുതലെടുത്ത് അവന്റെ അനർഹത തെളിയിക്കാനും തനിക്ക് അവസരം നൽകണമെന്നുകൂടിയായിരുന്നു ഇബ്ലീസിന്റെ ആവശ്യം. ഈ അവസരം അല്ലാഹു അവന് നൽകുക തന്നെ ചെയ്തു. അത് സൂറത്ത് ബനൂ ഇസ്രായേലിലെ 61 മുതൽ 65 വരെയുള്ള സൂക്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദമിനെയും സന്തതികളെയും നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതിന് തനിക്കിഷ്ടമുള്ള അടവുകളെല്ലാം പ്രയോഗിക്കാൻ ഇബ്ലീസിന് അല്ലാഹു സ്വാതന്ത്ര്യം നൽകി. ആ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിൽ നിന്ന് അവനെ തടയുകയില്ല. മറിച്ച് മനുഷ്യനെ കെണിയിൽ വീഴ്ത്താൻ പിശാച് ആഗ്രഹിക്കുന്ന എല്ലാ വഴികളും അവന്റെ മുമ്പിൽ തുറന്നു തന്നെ കിടക്കും. പക്ഷേ ഒരു ഉപാധിയുണ്ട്: എന്റെ യഥാർത്ഥ ദാസന്മാരുടെ മേൽ നിനക്ക് ഒരു സ്വാധീനവും ഉണ്ടായിരിക്കുന്നതല്ല. തെറ്റിദ്ധാരണകളിൽ പെടുത്താനും വ്യാജ പ്രതീക്ഷകൾ കൊണ്ട് പ്രലോഭിപ്പിക്കാനും ദുർമാർഗത്തെ സുന്ദരമാക്കി കാണിക്കാനും ദുർമാർഗത്തിലേക്ക് വിളിക്കാനുമൊക്കെ നിനക്ക് അനുവാദമുണ്ടായിരിക്കും. എങ്കിലും നിന്റെ മാർഗത്തിൽ അവരെ ബലാത്കാരം ചരിപ്പിക്കാൻ നിനക്കധികാരമില്ല. സന്മാർഗത്തിൽ ചരിക്കാൻ സ്വയം തീരുമാനിച്ചവരെ നിർബന്ധപൂർവം തടസ്സപ്പെടുത്താനും നിനക്ക് സാധ്യമല്ല. قال اخرج منها مذءوما مدحورا لمن تبعك منهم لأملأن جهنم منكم أجمعين. അല്ലാഹു അരുൾ ചെയ്തു, നീചനും ആട്ടിയോടിക്കപ്പെട്ടവനുമായി നീ ഇവിടെ നിന്ന് പുറത്തു പോവുക. ഉറപ്പിച്ചുകൊള്ളുക, അവരിൽ വല്ലവരും നിന്നെ പിന്തുടരുകയാണെങ്കിൽ നിന്നോടൊപ്പം അവരെയെല്ലാം ഞാൻ നരകത്തിൽ നിറയ്ക്കുന്നതാകുന്നു. وَيَا آدَمُ اسْكُنْ أَنْتَ وَزَوْجُكَ الْجَنَّةَ فَكُلَا مِنْ حَيْثُ شِئْتُمَا وَلَا تَقْرَبَا هَذِهِ الشَّجَرَةَ فَتَكُونَا مِنَ الظَّالِمِينَ. ഓ ആദമേ, നീയും നിന്റെ ഭാര്യയും ഈ സ്വർഗത്തിൽ വസിച്ചുകൊള്ളുക. ഇരുവരും ഇഷ്ടമുള്ളതൊക്കെയും ഭുജിച്ചുകൊള്ളുക. പക്ഷേ ഈ വൃക്ഷത്തോടടുക്കുകയേ അരുത്. അടുത്താൽ നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും.
فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوآتهما وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين. പിന്നീട് ചെകുത്താൻ അവരെ വഞ്ചിച്ചു, അവരിൽ ഒളിഞ്ഞിരിക്കുന്ന നഗ്നതകൾ പരസ്പരം വെളിപ്പെടുത്താൻ. അവൻ അവരോട് പറഞ്ഞു, റബ്ബ് ഈ വൃക്ഷം നിങ്ങൾക്ക് നിരോധിച്ചിട്ടുള്ളത് നിങ്ങൾ മലക്കുകളായി തീരുകയോ നിത്യജീവിതം കൈവരിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് മാത്രമാകുന്നു. وقاسمهما إني لكما لمن الناصحين. ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയെന്ന് അവൻ അവരോട് ആണയിടുകയും ചെയ്തു. فدلاهما بغرور فلما ذاقا الشجرة بدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة وناداهما ربهما ألم أنهكما عن تلكما الشجرة وأقل لكما إن الشيطان لكما عدو مبين. അവൻ ഇவ்വിധം മോഹിപ്പിച്ച് സാവധാനം അവരെ പാട്ടിലാക്കി. അങ്ങനെ ആ വൃക്ഷത്തിന്റെ രുചി ആസ്വദിച്ചപ്പോൾ ഇരുവർക്കും തങ്ങളുടെ നഗ്നതകൾ വെളിപ്പെട്ടു. തങ്ങളുടെ ഉദ്യാനത്തിലെ ഇലകൾ കൊണ്ട് അവർ മേനി മറച്ചു പിടിക്കാൻ തുടങ്ങി. അപ്പോൾ റബ്ബ് അവരോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ വൃക്ഷം നിങ്ങൾക്ക് വിലക്കിയിരുന്നില്ലയോ? ചെകുത്താൻ നിങ്ങളുടെ തെളിഞ്ഞ ശത്രുവാണെന്ന് പറയുകയും ചെയ്തിരുന്നില്ലയോ? قالا ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഇരുവരും കേണു തുടങ്ങി, നാഥ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തു പോയി. നീ മാപ്പരുളുകയും കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ നശിച്ചുപോകും. ഈ കഥ പ്രധാനപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. മനുഷ്യനിൽ ലജ്ജാശീലം ഒരു നൈസർഗിക വികാരമാകുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ശരീരത്തിലെ ചില സവിശേഷ ഭാഗങ്ങൾ പ്രത്യക്ഷമാവുമ്പോൾ സ്വാഭാവികമായി അനുഭവപ്പെടുന്ന വികാരമാണ് അതിന്റെ ഒന്നാമത്തെ രൂപം. പിശാചിന്റെ ചില ശിഷ്യന്മാർ അനുമാനിക്കുന്ന പോലെ സംസ്കാരത്തിന്റെ വികാസത്തിലൂടെ കൃത്രിമമായുണ്ടായ സ്വഭാവവിശേഷമല്ല അത്, സ്വയമുണ്ടാവുന്നതുമല്ല. മറിച്ച് മനുഷ്യനിൽ അവന്റെ ഉൽപ്പത്തി മുതൽ കുടികൊള്ളുന്ന നിസർഗ സ്വഭാവമാകുന്നു. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മനുഷ്യന്റെ ഈ ലജ്ജാവികാരമാണ് പിശാച് ഇല്ലാതാക്കിയത്. മാത്രമല്ല, നഗ്നതയിലൂടെ നീചവൃത്തികളുടെ കവാടം തുറന്നുകൊടുത്ത് ലൈംഗിക വീഴ്ചകളിൽ വഴിതെറ്റിക്കുകയും ചെയ്തു. ഇതായിരുന്നു അവനെ നൈസർഗിക പ്രകൃതിയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ പിശാച് പ്രയോഗിച്ച ആദ്യത്തെ സൂത്രം. പിശാചിന്റെയും ശിഷ്യഗണങ്ങളുടെയും ഈ അടവ് അതേപടി ഇന്നോളം നിലനിൽക്കുന്നു. സ്ത്രീയെ വസ്ത്രമുരിച്ച് മാർക്കറ്റിൽ പ്രദർശിപ്പിക്കുകയും ഏതോ വിധത്തിൽ അവളെ നഗ്നയാക്കി നിർത്തുകയും ചെയ്തുകൊണ്ടല്ലാതെ പുരോഗമനപരമായ ഒരു കാര്യവും ആരംഭിക്കുക അവർക്ക് സാധ്യമല്ല. തിന്മയിലേക്കുള്ള തുറന്ന ക്ഷണം വളരെ അപൂർവമായേ മനുഷ്യപ്രകൃതി സ്വീകരിക്കാറുള്ളൂ. അതിനാൽ മനുഷ്യനെ കെണിയിൽപ്പെടുത്താൻ തിന്മയുടെ പ്രചാരകന്മാർ ഗുണകാംക്ഷിയുടെ വേഷത്തിൽ രംഗത്തുവരുന്നു. മനുഷ്യൻ എപ്പോഴും നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവനാണ്. അത്യുന്നതമായ പദവിയിലെത്തുക, അനശ്വര ജീവിതം നേടുക മുതലായ ഉത്കൃഷ്ട കാര്യങ്ങൾ സാധിക്കാനുള്ള നൈസർഗികമായ ദാഹം അവനിലുണ്ട്. ഈ അഭിലാഷത്തെ ഉണർത്തിക്കൊണ്ടാണ് പിശാച് മനുഷ്യനിൽ ആദ്യം വിജയം നേടിയത്. മെച്ചപ്പെട്ട അവസ്ഥ കൈവരുത്താമെന്ന് അവൻ പ്രലോഭിപ്പിക്കുന്നു. എന്നിട്ട് അതിനായി കാണിച്ചു കൊടുക്കുന്ന മാർഗമാകട്ടെ മനുഷ്യനെ അധമത്വത്തിന്റെ ആഴങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്.
ആദ്യമായി പിശാച് വലയിൽ വീഴ്ത്തിയത് ഹവ്വയെയാണെന്നും അനന്തരം അവരെ ആയുധമാക്കിയാണ് ആദമിനെ പിടികൂടിയതെന്നുമുള്ള പ്രചാരം സിദ്ധിച്ച കഥയെ നിഷേധിച്ചിരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. പിശാച് രണ്ടുപേരെയും വഞ്ചിച്ചുവെന്നും രണ്ടുപേരും വഞ്ചിതരായെന്നുമാണ് ഖുർആന്റെ വിവരണം. പ്രത്യക്ഷത്തിൽ ഇതൊരു ചെറിയ കാര്യമായി തോന്നാം. എന്നാൽ ഹവ്വയെ സംബന്ധിച്ച ഈ കഥയ്ക്ക് സ്ത്രീജനങ്ങളുടെ സദാചാരപരവും നിയമപരവും സാമൂഹികവുമായ പദവി ഇടിച്ചു താഴ്ത്തുന്നതിൽ വലുതായ പങ്കുണ്ട്. ഇതറിയുന്നവർക്ക് ഖുർആനിന്റെ പ്രസ്താവനയുടെ സാക്ഷാൽ വിലയും പ്രാധാന്യവും മനസ്സിലാവുന്നതാണ്. വിലക്കപ്പെട്ട കനി രുചിച്ചപ്പോൾ ആദം ഹവ്വമാരുടെ നഗ്നത വെളിപ്പെട്ടത് ആ മരത്തിന്റെ എന്തോ പ്രത്യേകത കൊണ്ടാണെന്ന് വിചാരിക്കാൻ ന്യായമില്ല. വാസ്തവത്തിൽ അത് അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിച്ചതിന്റെ ഫലമല്ലാതെ മറ്റൊന്നുമല്ലായിരുന്നു. അതുവരെ അവൻ അവരുടെ നാണം മറയ്ക്കാൻ എന്തോ പ്രത്യേകമായ ഏർപ്പാട് ചെയ്തിരുന്നു. അവർ കൽപ്പന ലംഘിച്ചപ്പോൾ ആ ഏർപ്പാട് എടുത്തുകളഞ്ഞു. അങ്ങനെ അവരുടെ നഗ്നത വെളിപ്പെട്ടു. അവരുടെ കാര്യം അവരെ തന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. തങ്ങളുടെ നാണം മറയ്ക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നുവെങ്കിൽ അതിന് സ്വയം ഏർപ്പാട് ചെയ്തു കൊള്ളണം, അഥവാ ആവശ്യമെന്ന് തോന്നാതിരിക്കുകയോ അതിനായി പ്രത്യേക ശ്രമം നടത്താതിരിക്കുകയോ ആണെങ്കിൽ ഏതവസ്ഥയിലും നടക്കാം. പക്ഷേ ദൈവകൽപ്പന ലംഘിക്കുന്ന പക്ഷം ഉടനെയോ വൈകിയോ അവന്റെ മറ നീങ്ങുമെന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ പ്രകാശിതമായിരിക്കുന്നത്. തന്നോട് അനുസരണമുള്ളവനായിരിക്കുമ്പോൾ മാത്രമേ മനുഷ്യന് അള്ളാഹുവിന്റെ സവിശേഷമായ സഹായവും പിന്തുണയും സിദ്ധിക്കുകയുള്ളൂവെന്നും ഇത് മനസ്സിലാക്കിത്തരുന്നു. അനുസരണയുടെ പരിധിക്ക് പുറത്ത് കാൽവച്ചാൽ പിന്നെ ദൈവത്തിന്റെ പിന്തുണ ലഭിക്കുകയില്ല. അനന്തരം അവന്റെ കാര്യം അവനെ തന്നെ ഏൽപ്പിക്കുന്നു. ഈ സംഗതി വിവിധ വചനങ്ങളിൽ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് തിരുമേനിയുടെ ഒരു പ്രാർത്ഥന കാണുക. അല്ലാഹുവേ, നിന്റെ കാരുണ്യം ഞാൻ ആശിക്കുന്നു. ആകയാൽ നിമിഷ നേരത്തേക്ക് പോലും എന്റെ കാര്യം എന്നെ തന്നെ ഭരമേൽപ്പിക്കരുതേ. മനുഷ്യന് ലഭിച്ച ബഹുമതിക്ക് അവൻ അർഹനല്ലെന്ന് തെളിയിക്കുകയായിരുന്നു പിശാചിന്റെ ഉദ്ദേശ്യം. എന്നാൽ ഒന്നാമത്തെ ഏറ്റുമുട്ടലിൽ തന്നെ അവന് പരാജയമാണുണ്ടായത്. തന്റെ നാഥനെ അനുസരിക്കുന്നതിൽ മനുഷ്യന് പൂർണ്ണമായി വിജയിക്കാൻ കഴിഞ്ഞില്ലെന്നത് ശരി തന്നെ. ശത്രുവിന്റെ ചതിപ്രയോഗത്തിൽപ്പെട്ട് അനുസരണമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുക എന്ന അവന്റെ ദൗർബല്യം വളരെ പ്രകടമായി തെളിഞ്ഞുവെന്നതിലും സംശയമില്ല. എന്നിരുന്നാലും തന്റെ ധാർമ്മിക പദവി കൊണ്ട് മനുഷ്യനാണ് ഏറ്റവും ശ്രേഷ്ഠനെന്ന് ആദ്യത്തെ പോരാട്ടത്തിൽ തന്നെ തീർച്ചപ്പെട്ടിരിക്കുന്നു. ഒന്നാമതായി, പിശാച് സ്വന്തം മഹത്വം സ്വയം വാദിച്ചപ്പോൾ മനുഷ്യൻ അങ്ങനെ വാദിക്കുകയുണ്ടായില്ല. മഹത്വം അവന് നൽകപ്പെടുകയാണുണ്ടായത്. രണ്ടാമതായി, അഹങ്കാരത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പേരിലാണ് പിശാച് ദൈവാജ്ഞ നിരസിച്ചത്. എന്നാൽ മനുഷ്യൻ അത് ലംഘിച്ചത് സ്വയം തീരുമാനിച്ചുകൊണ്ടോ ധിക്കാരപൂർവമോ അല്ല, മറിച്ച് പിശാചിന്റെ ചതിയിൽപ്പെട്ട് പാപം ചെയ്തു പോയതാണ്. മൂന്നാമതായി, മനുഷ്യൻ തിന്മയിലേക്കുള്ള തുറന്ന ക്ഷണം സ്വീകരിക്കുകയുണ്ടായില്ല, മറിച്ച് തിന്മയുടെ പ്രബോധകന് അവന്റെ മുമ്പിൽ നന്മയുടെ പ്രചാരകനായി പ്രത്യക്ഷപ്പെടേണ്ടി വന്നു. മനുഷ്യൻ അധമത്വത്തിലേക്ക് പോയത് അധമത്വം മോഹിച്ചുകൊണ്ടല്ല, ഔന്നത്യത്തിലേക്കുള്ള വഴിയാണ് അതെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ്. നാലാമതായി, കർശനമായ താക്കീത് കൊടുത്തിട്ടും പിശാച് സ്വന്തം തെറ്റ് സമ്മതിക്കാനും ദൈവത്തിന്റെ അടിമത്തത്തിലേക്ക് മടങ്ങിവരാനും കൂട്ടാക്കാതെ ധിക്കാരത്തിൽ കൂടുതൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. മനുഷ്യനാകട്ടെ സ്വന്തം തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോൾ പിശാചിനെപ്പോലെ ധിക്കാരത്തിൽ ഉറച്ചു നിന്നില്ല. തെറ്റുപറ്റിയെന്ന് ബോധ്യം വന്നയുടൻ പശ്ചാത്തപിക്കുകയും കുറ്റമേറ്റുപറഞ്ഞ് ധിക്കാരത്തിൽ നിന്ന് അനുസരണത്തിലേക്ക് തിരിച്ചു വരികയുമാണുണ്ടായത്. മാത്രമല്ല, മാപ്പ് ചോദിച്ചുകൊണ്ട് രക്ഷിതാവിന്റെ കരുണാകടാക്ഷത്തിൽ അഭയം തേടുകയും ചെയ്തു. ഇങ്ങനെ പിശാചിന്റെ മാർഗവും മനുഷ്യന്റെ മാർഗവും തമ്മിൽ പൂർണ്ണമായി വേർതിരിഞ്ഞിരിക്കുന്നു. സ്രഷ്ടാവിനുള്ള അടിമത്തത്തിൽ വിമുഖനാവുക, ദൈവത്തിനെതിരെ ധിക്കാരനയം കൈക്കൊള്ളുക, താക്കീത് ലഭിച്ചിട്ടും അഹങ്കാരപൂർവം ധിക്കാരനയത്തിൽ ശഠിച്ചു നിൽക്കുക, അനുസരണയോടെ ജീവിക്കുന്നവരെ പോലും വഴിതെറ്റിച്ച് അനുസരണക്കേടിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ് പൈശാചിക മാർഗത്തിന്റെ സവിശേഷതകൾ. മറിച്ച് മനുഷ്യന് അനുയോജ്യമായ മാർഗത്തിന്റെ സവിശേഷതകൾ ഇനി പറയുന്നവയാണ്. ഒന്നാമതായി, വഴിതെറ്റിക്കാനുള്ള പിശാചിന്റെ ശ്രമത്തെ ശക്തിയായി ചെറുത്തു നിൽക്കുക, ശത്രുവിന്റെ അടവുകൾ മനസ്സിലാക്കി അവയിൽ നിന്ന് രക്ഷപ്പെടാൻ സദാ ജാഗരൂകനായിരിക്കുക. എന്നാൽ വല്ലപ്പോഴും അനുസരണ മാർഗത്തിൽ നിന്ന് കാൽ വഴുതിപ്പോയാൽ തെറ്റ് ബോധ്യമാകുന്നതോടെ തന്റെ നാഥങ്കിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക.
വന്നുപോയ തെറ്റ് തിരുത്തുകയും ചെയ്യുക. ഇതാണ് അള്ളാഹു ഈ കഥയിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്ന യഥാർത്ഥമായ പാഠം. ധിക്കാരികളായ ജനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മാർഗം തനി പൈശാചിക മാർഗമാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണിവിടെ. قال إنك من المنظرين. അള്ളാഹു അരുൾ ചെയ്തു, ശരി, നിനക്ക് അവധി നൽകിയിരിക്കുന്നു. قال فبما